അതെ, ഈ കവുങ്ങുംതോട്ടത്തിൽ മൈമനാത്താന്റെ വീടാണോ ഇത്? കവുങ്ങുംതോട്ടത്തില് മേമൂനാന്റെ വീട് തന്നെ. ഇത് കവുങ്ങുംതോട്ടത്തിൽ ബീരാന്റെ വീടാ. പിന്നെ എന്റെ പെണ്ണുങ്ങളുടെ മേമൂന, ഓളെ വേണമെങ്കിൽ വിളിക്കാം. മേമൂന, എന്താ മനുഷ്യ, ഞാൻ ഈ റിഷ്മീഡിയന്റെ അടിപൊളി റീലാണ് അറ്റിങ്ങൾ ചെയ്യണത്. അതൊന്ന് കാണുന്നു അതിനയക്കൂലങ്ങള് എന്താന്ന് മനുഷ്യത്. ഞാനേ ബി ഹെൽപ്പിന്ന് വന്നതാണ്. വീട്ടുജോലിക്ക് ആളിനെ വേണോന്ന് പറഞ്ഞിരുന്നു. അത് ശരി, വീട്ടു ജോലിക്കാണോ? പിന്നെ അനക്കെന്താ അവിടെ പണി? അല്ലെന്ന്, ഞമ്മളിപ്പോ പഴയ മാതിരി ഒന്നല്ലല്ലോ. നമ്മളെ ബഷീറിന് ഇപ്പൊ അവിടെ നല്ല ജോലി ശമ്പളമൊക്കെ ഉള്ളതല്ലേ. അപ്പൊ ഞമ്മക്കിപ്പോ ഒരു വീട്ടുജോലിക്ക് ഒരാൾ ഞാൻ പറ്റൂല. പിന്നെ അത് മാത്രല്ല, ഞാനിപ്പോ രാവിലെ കുളിച്ച് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് ഇനിയിപ്പോ ഈ മേക്കപ്പ് ഒക്കെ അടുക്കളയിൽ പോയിക്കാണ്ട് പണിയെടുത്ത് അത് ഇതാക്കാൻ പറ്റൂല. നമ്മളിപ്പോ വലിയ നിലയിലായിക്കണം. കഴിഞ്ഞ മാസം വരെ നമ്മള് കഞ്ഞിനളം നനച്ചതും പപ്പടം ചുറ്റും കൂട്ടിയല്ലേ ചോറ് ചെയ്യുന്നത്. 2 മാസമുള്ള ബസ്സിന്റെ പൈസ തുടങ്ങിയത്. അപ്പൊ നിങ്ങൾക്ക് അഹങ്കാരം കൂടിയല്ലേ? അല്ലെന്ന്, എന്നിപ്പോ ഒരേ മാതിരി കഴിയാൻ പറ്റുമോ? ഉള്ള മാതിരി കഴിയണം. നമുക്ക് നമ്മളെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണ്ടേ. പിന്നെ എനിക്കിപ്പോ പഴയ മാതിരി അടുക്കളയിലൊന്നും ഞാൻ കയറൂല. 10 റുപ്യ ഗ്രില്ല് തുടങ്ങിയപ്പോത്തിന് എനിക്ക് അഹങ്കാരം കൂടിയല്ലേ? എടീ, ഇതൊക്കെ പടച്ചോ കാണണ്ടാവട്ടോ. എന്തേലും കാട്ട്, അവസാനേ ഇപ്പൊരു കെണിയാവും. നിങ്ങളിപ്പോ ഇതിലൊന്നും ഇടപെടണ്ട. എന്റെ മോനെ എനിക്കല്ല പൈസ അയച്ചത്. ഇതൊക്കെ ഞാൻ തീരുമാനിച്ചോണ്ട് എന്താ ചെയ്യേണ്ടിന്നൊക്കെ എനിക്കറിയാം. അല്ലടി, അനക്കിപ്പോ എല്ലാം വെച്ചുണ്ടാക്കാനൊക്കെ അറിയോ? ഇവിടെ മട്ടന്, ബീഫ്, ചിക്കന് ഇതൊക്കെ കാരം. പിന്നെ മന്തി ഉണ്ടാക്കണം, കപ്സ് ഉണ്ടാക്കണം, ബിരിയാണി ഉണ്ടാക്കണം. ഇതൊക്കെ എനിക്ക് അറിയോ? ഞങ്ങൾ അതൊക്കെയാണ് ഉണ്ടാക്കല്. സാധാ ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കല് വളരെ കുറവാണ്. അതെ, കഞ്ഞിയും ചോറൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. പിന്നെ അറേബ്യൻ ഫുഡ് ഫുള്ളും എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. പിന്നെ നിങ്ങൾ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ആ രീതിയിലൊക്കെ ഞങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് വേണ്ടത്. പിന്നെ ഈ വീട് കാര്യാക്കണ്ടോ. അങ്ങേപ്പുറത്തെ 1 കോടി റുപ്യന്റെ വീട് വാങ്ങിയിട്ടുണ്ട്. കുറച്ച് പൈസ കമ്മിണ്ട്. അതും കൂടി കൊടുത്താല് നമ്മള് നേരെ അങ്ങോട്ടാ പോണത്. ഇതെത്താടാ ഈ മൂട്ട് തീപ്പൊടിച്ചാരി പാഞ്ഞ നിങ്ങള് എന്താണ്? എന്താണ് പറ്റി? കാക്കാന്റെ ചെങ്ങായി ഗൾഫിന്ന് വിളിച്ചു. നിങ്ങളോട് ഒറ്റയ്ക്ക് പറയണ്ടെന്നാണ് മൂപ്പര് പറഞ്ഞത്. മൊരിയാക്കണോ ഒരൊറ്റ അടിയാ തരും ഞാൻ. അമ്മ, കാക്കാനവിടെ ഗൾഫിൽ പോലീസ് പിടിച്ചുകൊണ്ടാ പറഞ്ഞത്. കാക്കാക്ക് അവിടെ പൊടിന്റെ കച്ചവടം. അതിനെന്തിനാ മോനെ പോലീസ് പിടിച്ചിന്? മോന് ഇവിടെ പൊടി കച്ചവടം തന്നെ അല്ലേന്നാ? മില്ലിന്ന് അരിപ്പൊടി വാങ്ങിയോണ്ട് ഇവിടെ പേക്കാക്കി വിൽക്കണ പണിയല്ലേനോ ഓന്? മേമൂന, ആ പൊടി അല്ല ഈ പൊടി, ഇത് മയക്കുമരുന്നാ. അടച്ച തമ്പുരാനെ, മയക്കുമരുന്നോ? എനിക്ക് കുട്ടിയോ? എടി, ഇവിടെ ഇനിയിപ്പോ കഞ്ഞിന്റെ ആളെ താഴ്ചതും പപ്പടം ചുട്ടതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അതുണ്ടാക്കുമ്പോ ഞാൻ തന്നെ ധാരാളാണ്. പിന്നെ അനക്കതിട്ട് ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. എന്റെ വീട്ടിൽ ഇപ്പൊ തൽക്കാലം പോയിക്കോളി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എന്നെ വിളിക്കണ്ടിട്ടോ. ഒന്ന് പച്ച പിടിച്ച് വരികയാണ്. പിന്നെ പഴയ മാതിരി തന്നെ ആയി. എന്താ വീരാക്കാൻ നമ്മളെ ജീവിതം എങ്ങനെ ആയത്?